റിയൽറ്റർ ഏജൻസ് ആണ് ആർട്ടൂസിൽ നിന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പലരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, അതിന് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് എന്നും പറഞ്ഞ് റിയൽറ്റർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രം ചെയ്യുമ്പോൾ ഒരാൾക്കൊരു പ്രോപ്പർട്ടി മേടിച്ചു കൊടുക്കുമ്പോൾ മാത്രമല്ല കമ്മീഷൻ നമുക്ക് മേടിക്കാൻ പറ്റത്ത്. വേറെ നേരായ വഴിയുടെ വേറൊരു മാർഗം കൂടിയുണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി മേടിക്കാൻ വരുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ ലോൺ സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അടുത്തുള്ള ബാങ്കോ DSA ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോണിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഇൻകം കിട്ടുമെന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് 1 കോടി രൂപയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 0.3% എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻകം അതും കൂടി കിട്ടുന്നതാണ്. ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിരിക്കുന്നവർ അതിനും വേണ്ടി ശ്രമിക്കുക. നല്ലൊരു പ്രൊഫഷണൽ രീതിയിലായിട്ട് നമ്മളൊരു ബാങ്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. എന്നിട്ട് നമ്മളെ നല്ല രീതിയിൽ ഈ പറയുന്ന ബാങ്കും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ കസ്റ്റമർക്കും വളരെ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എവിടെയാണോ നമ്മുടെ ലാഭം നോക്കിയല്ല കൊടുക്കണ്ടേ, കസ്റ്റമറുടെ സൗകര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ബാങ്കായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ.